പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പരിപാടികൾ തുടങ്ങല. അപ്പൊ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം കേട്ടാ ഇന്ന് സ്റ്റാർട്ടിങ് ആണ്. ഇന്ന് തൊട്ട് ഇന്നും നാളെയും മറ്റന്നാളും. അപ്പൊ ഇന്ന് കലവറ നിറക്കൽ ഘോഷയാത്ര കേട്ടാ. കേട്ടാ കലവറക്ക് കളറായിട്ടുള്ള ഡ്രസ്സെല്ലാം അമ്മമാർക്ക് പച്ച. അപ്പൊ അതിന് റെഡി ആയിട്ട് വന്നിട്ടാണ് കേട്ടാ. അപ്പൊ വർണ്ണശബളമായ കലവറയാണ്. ബാക്കി കലവറയിൽ നമ്മള് നമ്മള് തൊട്ട ബേക്കിലാണ് അമ്പലം. അപ്പൊ കുറച്ച് അടുത്തൊരു അമ്പലമുണ്ട്. ഒരു തെയ്യെല്ലാം കഴിക്കുന്ന ഒരു തറവാട് ക്ഷേത്രമുണ്ട്. അപ്പൊ അവിടുന്ന് സ്റ്റാർട്ടിങ്. അവിടെ തെയ്യം ഉണ്ടാവില്ല, കഴിഞ്ഞ് ഡിസംബറിൽ കഴിഞ്ഞു കേട്ടാ. അടുത്ത തെയ്യം ജനുവരിയിൽ. അപ്പൊ അവിടുന്നാണ് സ്റ്റാർട്ടിങ് കേട്ടാ നമ്മുടെ കലവറ നിറക്കൽ ഘോഷയാത്ര. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് കലവറ നിറക്കൽ ഘോഷയാത്രയും കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ? അല്ല അപ്പൊ എല്ലാരും കേറിയാ? ബാലികമാരെല്ലാം കേറിയില്ലേ? എല്ലാരും കേറിയില്ലേ? അപ്പൊ പോവല്ലേ? അപ്പൊ നമുക്ക് ഇനി അവിടെ വെച്ചിട്ട് കാണാം കേട്ടാ. പോവല്ലേ? എല്ലാരും മാച്ചിങ്ങാ? ഓക്കെ. അമ്മ കേറിയില്ലേ? ഓക്കെ, നമുക്ക് ഇനി അവിടെ വെച്ചിട്ട് കാണാം കേട്ടാ. അപ്പൊ ഇതാണ് നമ്മളെ കാവ് കേട്ടാ. മാവിലക്കാവ് എന്നാ പറയാ. നമ്മള് ഒരു തറവാട് ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ താലപ്പൊലി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു അമ്പലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഒരു 500 മീറ്റർ അപ്പുറമുള്ള ഒരു ക്ഷേത്ര തറവാടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ. അപ്പോൾ ധ്വനിയും ടീം അംഗങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അമ്മയും കലവറ എടുക്കുന്ന എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കലവറ, അതായത് കൊട്ടയ്ക്കകത്ത് നമ്മൾ കൊണ്ടുവന്ന പച്ചക്കറികളെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണമല്ലോ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊട്ടയും എല്ലാം ഇവിടെയാണ് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും അവരോട് കൊണ്ടുവന്ന പച്ചക്കറികളെല്ലാം കൊട്ടയിലാക്കിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും എത്താനും പിന്നെ കുറച്ചാളും കൂടി എത്താൻ ബാക്കിയുണ്ട്. അപ്പോൾ അവരെയും കൂടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കലാന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വിളക്ക് വീട്ടിയിട്ടാണ് തുടങ്ങേണ്ടത്. അങ്ങനെ വെയിറ്റ് ചന്ദനത്തിരിയും അതുപോലെ തന്നെ എന്തെങ്കിലും കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് കാലെടുത്തിട്ട് പോക്കായി. അങ്ങനെ അമ്മയും ദിവ്യയും ദുനിയത കലവറേൻ്റെ സാധനങ്ങളെല്ലാം ആത്ത് വെച്ചിട്ട് അമ്പലത്തിൽ തൊഴുത് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അതുകൂടാതെ നമ്മളെ ഫസ്റ്റ് ദിവസം കലവറ നിറക്കൽ ഘോഷയാത്ര കഴിഞ്ഞ ഫസ്റ്റ് ദിവസം കേട്ടോ. ഇന്നത്തെ ഭക്ഷണം നമ്മുടെ അടിപൊളി ബിരിയാണി കേട്ടോ.
അതായത് നമ്മുടെ നാട്ടിലൊരു ഇളപ്പിലാണ് കുടുംബമുണ്ട്. ഡാൻസ് ആ കുടുംബത്തിന്റെ വകയാണ് പഠിക്കുന്നത് ഇന്നത്തെ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കാം. അപ്പൊ അതിനായിട്ട് ഇതാ ബിരിയാണി തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിരിയാണി ഇതാ നമുക്കായി തയ്യാറാക്കുന്നത് നമ്മളെ റിയാസ്. അങ്ങനെ ധുനീന് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടാ സ്റ്റേജിന്മേൽ. ധുനിയും 2 അവരുടെ കൂട്ടുകാരും ആരാധ്യ ഗീതിക. അപ്പോൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അവൾ പഠിച്ചിട്ടൊന്നുമില്ല ഡാൻസ്, ഇങ്ങനെ യൂട്യൂബെല്ലാം കണ്ടിട്ട് നോക്കി പഠിക്കുന്ന കേട്ടാ ഡാൻസ് എല്ലാം. അപ്പോൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി അപ്പോൾ ഇപ്പോൾ ദമ്മ് പൊട്ടിച്ച കേട്ടാ പൊരിച്ചെടുത്ത് ബാക്കിയുള്ള സ്ഥാനം ചേർക്കും. അങ്ങനെ ബിരിയാണി എല്ലാം മറ്റൊരു പാത്രത്തിൽ സെറ്റാക്കി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി മസാലയെല്ലാം ഒന്ന് കൂട്ടി വച്ചെടുക്കലാട്ടാ. അപ്പോൾ ശരി, അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയായി. അങ്ങനെ എല്ലാരും ഭക്ഷണം കഴിച്ചു കേട്ടാ. ഇതാ നമ്മൾ എടുത്തിട്ട് കഴിക്കുന്നുള്ളൂ കേട്ടാ. അധികം ഒന്നും ഭക്ഷണം എടുത്ത് ഇന്നത്തെ വീഡിയോ ഇത്രയും. ബാക്കി നമുക്ക് നാളത്തെ പരിപാടി